ഹായ് ഹലോ ഫ്രണ്ട്സ്. മഴതോറും മുമ്പ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിന് ജാമ്യം കിട്ടിയതറിഞ്ഞ് ഗംഗാധര മേനോൻ നാട്ടിലേക്ക് എത്തുകയാണ്. ഗംഗയുടെ നേരെ ചെല്ലുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ്. ഗംഗാധര മേനോൻ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും കമല ചോദിക്കുന്നുണ്ട്, ഓ ഗംഗേട്ടനോ, ഇവിടെ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഗംഗേട്ടൻ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ തോന്നിയത്? രോഹിത്തിന് ജാമ്യം കിട്ടിയതറിഞ്ഞു വന്നതായിരിക്കും അല്ലേ? എന്റെ മകന്റെ തലയിലേക്ക് എല്ലാ കുറ്റവും കെട്ടിവെച്ചിട്ട് അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. എന്റെ മകൻ ഇപ്പൊ ജയിലിലാന്നൊക്കെ കമല പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, അവൻ അങ്ങനെ വഴിപിഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം നീ തന്നെയാണ് കമലേ. അവൻ ചെയ്തു കൂട്ടിയ എല്ലാ തോന്നിയാസങ്ങൾക്കും അവനെ സപ്പോർട്ട് ചെയ്ത് അവന് വളം വെച്ചു കൊടുത്ത് അവനെ ഇങ്ങനെയാക്കി തീർത്തത് നീ തന്നെയല്ലേ? ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. സ്വന്തം ചേച്ചിയുടെ പ്രായമുള്ള അലീനയെ വരെ അവൻ റേപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ. അങ്ങനെയുള്ളവൻ ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചു എന്ന് പറയുന്നല്ലേ വലിയ അത്ഭുതമൊന്നും ഇല്ലാന്ന് പറയുകയാണ്. കമലയ്ക്ക് എപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഗംഗേട്ടൻ ഇപ്പൊ വന്നത് എന്റെ മകനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനാണോ? ഹരി അത്രക്കാരനൊന്നുമല്ല, എല്ലാത്തിനും കാരണം അവനാ ആ രോഹി. ഹരി രോഹിത്തുമായിട്ട് എന്ന് കൂട്ടുകൂടിയോ അന്ന് തൊട്ട് അവൻ തെറ്റായ മാർഗത്തിലോട്ട് പോകാൻ തുടങ്ങിയത്. പിന്നെ വൈജയുടെ മകനായതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് കണ്ണടച്ച് വിടുകയായിരുന്നു. എന്നിട്ടിപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ച് അവനെ ഒന്നാം പ്രതി ആക്കിയിട്ട് അവൻ നിരപരാധിയാണെന്നും പറഞ്ഞ് രക്ഷപ്പെട്ടില്ലേ? ഇതിന്റെ പിന്നിലും ആ അലീനയുടെ കളിയാ. ബാലചന്ദ്രൻ പറഞ്ഞു കാണും രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണമെന്ന്. അതിനു വേണ്ടിയിട്ടായിരിക്കും അവൾ ഈ സാഹസമൊക്കെ കാണിച്ച് ആ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയതും രോഹിത് മാത്രം നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതിയിൽ തെളിയിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, കമലെ, നീ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് വരരുത്. എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാണ് ഇരുന്നത്. പത്രത്തിലും ടി വിയിലും ഒക്കെ ഇവന്മാർ നിറഞ്ഞു നിൽക്കുകയല്ലായിരുന്നോ? എല്ലാ മാധ്യമങ്ങളും ഇത് കൊട്ടിഘോഷിക്കുകയല്ലായിരുന്നോ? എല്ലാ വാർത്തകളും ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആരാ ഇവിടെ തെറ്റ് ചെയ്തെന്നും എന്താ സംഭവിച്ചതെന്നും എല്ലാം ഞാൻ അറിഞ്ഞു കമലേ. നീ വീണെടുത്ത് കിടന്നു ഉരുളാൻ നിൽക്കണ്ട. നിന്റെ മോൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അവനെ ഇപ്പോഴും ന്യായീകരിച്ചാണല്ലോ നീ സംസാരിക്കുന്നത്. ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ അവൻ ചതിക്കുകയല്ലായിരുന്നോ ചെയ്യുന്നത്? അത് മാത്രമാണോ? എന്നിട്ട് അവൻ അവളെ കൂട്ടുകാർക്ക് മുമ്പിലും കാഴ്ചവെച്ചു. ഇതെന്താ അത്ര ചെറിയ തെറ്റായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ കമലേ? രോഹിത് സ്നേഹിച്ച പെണ്ണൊന്നും അല്ലല്ലോ, ഹരി സ്നേഹിച്ച പെണ്ണ് തന്നെയല്ലേ. അപ്പൊ ഹരിയല്ലേ അവളെ ചതിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എന്നിട്ടത് രോഹിത്തിന്റെ തലയിൽ ഇടാൻ നോക്കിയാൽ അത് ഏത് വിധത്തിലാണ് ന്യായമാകുന്നേ? ഒന്നുമില്ലെങ്കിലും ഇത് കേൾക്കുന്നവർക്കെങ്കിലും കുറച്ച് ബോധമുണ്ടെന്ന് വിചാരിക്കണം. വായി തോന്നി എന്തും അങ്ങ് വിളിച്ചു പറയാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട് ഗംഗേട്ടൻ. അപ്പോഴേക്കും കമലയുടെ വാ അങ്ങ് അടഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും തന്നെ അങ്ങോട്ടേക്ക് മനു വരികയാണ്. മനു വന്നുടനെ ഗംഗാധരനെ കണ്ടോണ്ട് ചോദിക്കുന്നുണ്ട്, ആഹാ വെല്ലിച്ചൻ ഇത് എപ്പോഴാ വന്നേ? വരുന്ന കാര്യമൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, മനു, ഞാൻ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ നിന്റെ അമ്മയുടെ വക ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിന് ഉത്തരം പറഞ്ഞിട്ട് കയറാൻ ഓർത്തിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു കമലയെ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട്. നീ ഇങ്ങനെ തുറച്ചു നോക്കുവൊന്നും വേണ്ട. ഞാൻ ഗംഗേട്ടനെ അങ്ങനെ ചോദ്യം ചെയ്തൊന്നുമില്ല. ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഗംഗേട്ടൻ ഇപ്പോഴാണോ വരുന്നത് മാത്രമേ ചോദിച്ചുള്ളൂ. അതത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഗംഗേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കമല അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വെല്ലിച്ചൻ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മനു ഗംഗാധരനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോവുകയാണ്. ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ മനു, നീ ഹരിയെ കാണാൻ പോയായിരുന്നോ ജയിലിലേക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒരു പ്രാവശ്യം അച്ഛനും കൂട്ടി പോയായിരുന്നു. വലുതായിട്ട് സംസാരിച്ചൊന്നുമില്ല. എപ്പോഴും അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്നെ എടുക്കാനാ. 30 ദിവസം കൂടെ റിമാൻഡിങ് കാലാവധി കൂട്ടി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലും അത് കഴിഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാ പിന്നെ പോകാനെന്ന് പറയുന്നുണ്ട്. രോഹിത്തിന് ജാമ്യം കിട്ടിയ വിവരം വെല്ലിച്ചൻ അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ അറിഞ്ഞായിരുന്നു. അതും പത്രത്തിലുണ്ടായിരുന്നല്ലോ. പത്രത്തിലും ടി വിയിലും ഒക്കെ ഈ വാർത്തയുണ്ടായിരുന്നു. 4 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു എന്നും പറഞ്ഞ് ഫോട്ടോ ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ വാർത്തയുണ്ടായിരുന്നു. എന്നാൽ അതിലൊരു പ്രതി നിരപരാധിയാണെന്നും രോഹിത്തിന് ജാമ്യം അനുവദിച്ചു എന്നുള്ളതും ഒരു ലോക്കൽ പേജിലെ ഒരു ചെറിയ ബോക്സിലാണ് വാർത്ത വന്നേക്കുന്നത്. വാർത്തകളൊക്കെ മാറ്റിമറിക്കാനും അതിന്റെ പ്രാധാന്യം കൂട്ടിക്കുറയ്ക്കാനും ഒക്കെ മാധ്യമങ്ങൾക്കും ഒരു കഴിവുണ്ടല്ലോ. രോഹിത്തിന് ജാമ്യം അനുവദിച്ചു എന്ന് ഞാൻ പത്രത്തിലൂടെ അറിഞ്ഞത്, അല്ലാതെ ഞാനിത് അറിഞ്ഞില്ല. പിന്നെ ഞാൻ വൈജയെ വിളിക്കാനൊന്നും നിന്നില്ല. നേരിട്ട് വന്ന് അവരെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ വെല്ലിച്ചൻ രോഹിത്തിനെ കാണാൻ വേണ്ടിയാണോ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത്തിനെ മാത്രമല്ല വൈജയനെ ഒന്ന് കാണാമെന്ന് കരുതി. വൈജയും ഈ ആഴ്ച തന്നെ ഡിസ്ചാർജ് ആവുമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വൈജയെ ഒന്ന് കണ്ട് അമ്മയെ ഒന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് കരുതി വന്നാന്ന് പറയുകയാണ്. നീ രോഹിത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ എന്തുണ്ട് വിശേഷം എന്നിങ്ങനെ ചോദിക്കാം. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, എന്ത് വിശേഷമാവില്ലേച്ചാ, രോഹിത് ഇപ്പൊ ആളാകെ മാറിപ്പോയി. ജാമ്യത്തിൽ അവനെ ഇറക്കിയെങ്കിലും അവന്റെ സ്വഭാവത്തിലും കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരോടും അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. ഭവിതയും അങ്കിളും കൂടെ പോയി രോഹിത്തിനെ സബ് ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ആഹാരം പോലും കഴിക്കുന്നില്ല. ആഹാരം കൊണ്ട് കൊടുക്കുന്നതെല്ലാം അവൻ നശിപ്പിച്ച് കളയുക. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ എത്ര പാത്രം തല്ലി പൊട്ടിച്ചെന്നറിയാവോ? എല്ലാവരോടും അവന് ഭയങ്കര ദേഷ്യം. അവന് ജാമ്യം കിട്ടണ്ടായിരുന്നു എന്ന്. അവൻ ജയിലിൽ തന്നെ കിടന്നോളാം, അവന് പുറത്തിറങ്ങണ്ടായിരുന്നൊക്കെ ഇപ്പൊ അവൻ പറയുന്നത്.
ഇത്രയും ദിവസം ജയിലിൽ കിടന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറയുന്നത്. എന്നാലും വീട്ടിലുള്ളവരോട് ഇത്രയധികം ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? ബാലചന്ദ്രൻ അങ്കിളിന് ഇപ്പോഴാ കൂടുതൽ ടെൻഷൻ. രോഹിത്തിന്റെ കാര്യം ഓർത്തിട്ട് അങ്കിളിന് ഒരു സമാധാനവും ഇല്ല. പാവം തലയ്ക്ക് തീ പിടിച്ച മട്ടിലിരിക്കുക. അവൻ ആരോടാ ഈ ദേഷ്യം കാണിക്കുന്നത്? അവനെ പുറത്തിറക്കിയ അവന്റെ സ്വന്തം അച്ഛനോടോ അതോ വീട്ടിലുള്ള കൂടപ്പുറപ്പുകളോടോ? അവൻ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് പോലും മനസ്സിലാവുന്നില്ല എന്നൊക്കെ മനു പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, മോനെ മനു, അത് ഇത്രയും ദിവസം അവൻ ജയിലിൽ കിടന്നില്ലേ, അതിന്റെ ബുദ്ധിമുട്ടാ. താൻ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും നാളും ജയിൽ ശിക്ഷ അനുഭവിച്ചില്ലേ? നിരപരാധിയാണെന്ന് പറഞ്ഞാലും അനുഭവിച്ച ശിക്ഷകൾക്കൊന്നും ഒന്നും തന്നെ പകരമാവില്ലല്ലോ. അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാലും എല്ലാരും അവനെ ഈ കണ്ണുകൊണ്ടല്ല കാണുന്നത്. കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും കുറ്റം ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ ഇവനും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ ആ ഒരു കുറ്റബോധമൊക്കെ കാണുമായിരിക്കും. അതായിരിക്കും അവൻ ഈ ദേഷ്യത്തിൽ കൊണ്ട് പ്രകടിപ്പിക്കുന്നതെന്ന് ഗംഗാധര മേനോൻ പറയുകയാണ്. എന്തായാലും ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ, കണ്ടിട്ട് അവിടെ വരെ പോകണം. അമ്മയെ കണ്ടതിന് ശേഷം വൈദ്യരുടെ അടുത്ത് പോകണം, എന്നിട്ട് വേണം കടപ്പാട്ടൂര് പോകാനെന്ന് പറയുകയാണ് ഗംഗാധരൻ. ഗംഗാധരനെ കാണുമ്പോഴേക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി കണ്ട പാടെ തന്നെ ചോദിക്കുന്നുണ്ട്, ആ ഗംഗാധരനോ? മോനെ, നീ എപ്പോഴാ മോനെ വന്നേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ മോനെ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശി കരയാൻ പോകുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, ഏയ് അമ്മ എന്തിനാ ഇതൊക്കെ ഓർത്ത് കരയുന്നത്? മോൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ആരും പറഞ്ഞു കേട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. കാര്യം ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ നടന്നല്ലോ, എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് വരാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. പത്രത്തിലൂടെയും വാർത്തയിലൂടെയും ഒക്കെ ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞു. പിന്നെ ആരെ വിളിച്ച് എന്ത് സമാധാനം പറയാനാന്ന് ഓർത്തിട്ടാ ആരെയും കോണ്ടാക്ട് ചെയ്യാതിരുന്നത്. ഇപ്പോഴെന്തായാലും രോഹിത്തിന് ജാമ്യം അനുവദിച്ചല്ലോ. അങ്ങനെ രോഹിത്തിനെ ഒന്ന് കണ്ട് വൈജനെ കണ്ട് അമ്മേനെയും കണ്ടേച്ച് പോകാമെന്ന് കരുതിയാ വന്നത്. ഗംഗാധര, എന്നാലും നമ്മുടെ ഹരിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ മോനെ. അവന് ജാമ്യം അനുവദിച്ചില്ലല്ലോ. രോഹിത്തിനും ഹരിക്കും ജാമ്യം കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് രോഹിത്തിന് ജാമ്യം കിട്ടി, ഹരിക്ക് ജാമ്യം കിട്ടിയില്ല. അതിന്റെ ദേഷ്യം ആ കമല എല്ലാവരോടും കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, അമ്മേ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ഹരിയുടെ കാര്യം അങ്ങനെയാണോ? ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെണ്ണല്ലേ അത്? ഹരിയല്ലേ അവളെ ചതിച്ച അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? അങ്ങനെയുള്ളപ്പോൾ ഒന്നാം പ്രതി ഹരിയല്ലേ അമ്മേ? ഹരിക്ക് അതിന് ജാമ്യം കിട്ടുകയില്ല. തന്നെയല്ല, ഇതൊരു പീഡന കേസല്ലേ. ഇതിനകത്തുനിന്ന് ഊരി പോരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. രോഹിത്തിന് ജാമ്യം കിട്ടിയത് എങ്ങനെയാന്നുള്ളത് അമ്മ അറിഞ്ഞില്ലേ? അലീനെ ആ ശരണ്യയുടെ മനസ്സറിയാൻ നോക്കിയോണ്ടല്ലേ സത്യമൊക്കെ നമുക്ക് മനസ്സിലായത്. അലീനെ വേണ്ട വിധത്തിൽ അവിടെ ഇടപെട്ടത് കൊണ്ടല്ലേ അമ്മേ രോഹിത്തിന് ജാമ്യം കിട്ടിയത്. അതും അവൻ നിരപരാധി ആയതുകൊണ്ട് മാത്രം. ഹരിയെപ്പോലെ അവനും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രോഹിത്തിന് ജാമ്യം കിട്ടിയില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാ അന്ന് അവൻ ആ പെങ്കൊച്ചിനെ ഒന്നും ചെയ്യാൻ തോന്നാതിരുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്നെ അമ്മയെ കാര്യം? ഇതൊക്കെ അവനവൻ വരുത്തി വെച്ചതല്ലേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഹരിയുടെ പോക്ക് ശരിയല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. ശിവനോടും അതുപോലെ കമലയോടും പറഞ്ഞതാ. അവന്റെ പോക്ക് അത്ര ശരിയല്ലാന്നും അവനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. പിള്ളേർക്ക് വഴിതെറ്റി പോകുന്ന പ്രായമാ, അതുകൊണ്ട് നിങ്ങളുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരിൽ ഉണ്ടാവണമെന്നും പറഞ്ഞതാ. എന്നിട്ടും അവരത് വേണ്ട രീതിക്ക് കാര്യമാക്കി എടുത്തില്ല. ഇപ്പോഴും കമലയെടുത്ത് പറഞ്ഞു കേട്ടില്ലേ, എല്ലാം രോഹിത്തിന്റെ ഭാഗത്ത് തെറ്റാന്ന്. രോഹിത്താണ് എല്ലാത്തിനും കാരണം എന്നാ കമലയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹരിയാണ് എല്ലാത്തിനും കാരണം എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഹരിക്ക് എന്തൊക്കെ ശീലങ്ങളാമ്മ ഇല്ലാത്തത്? കള്ളുകുടി, കഞ്ചാവ് വലി, മയക്കുമരുന്ന്, പെണ്ണുപിടുത്തം, ഇപ്പൊ എല്ലാം ആയില്ലേ. ഇനി അവന്റെ ഭാവി എന്തായി തീരും? ഇതൊക്കെ വീട്ടിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. മക്കളെ വളർത്തി വലുതാക്കി അവർക്ക് നല്ല പഠിത്തവും നല്ല ജീവിത സാഹചര്യവും കൊടുത്തുകൊണ്ട് മാത്രം അവര് നേരെയാകണമെന്നില്ലല്ലോ. മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ കൂടി വേണ്ടേ? ശിവൻ ഇവിടെ ഇല്ല, എന്നാൽ കമലയെങ്കിലും അത് നോക്കണ്ടേ? കമല അതിനു പകരം എന്താ ചെയ്തുകൊണ്ടിരുന്നേ? അവൻ ചെയ്ത തെറ്റിനെല്ലാം വളം വെച്ചു കൊടുത്ത് അവനെ ഇങ്ങനെ കൊണ്ട് എത്തിച്ചത് ഒരു കണക്കിന് പറഞ്ഞാൽ കമല തന്നെയല്ലേ. അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാകും? ഇനിയിപ്പോൾ 30 ദിവസത്തെ റിമാൻഡിങ് പീരീഡ് കഴിഞ്ഞാലും ജയിൽ ശിക്ഷ തന്നെയായിരിക്കും വിധിക്കാൻ പോകുന്നത്. അല്ലാതെ അവന് ജാമ്യം കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ നീ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ മോനെ? എങ്ങനെയെങ്കിലും ഹരിയെ പുറത്തിറക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അമ്മ എന്തായി പറയുന്നത്? എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതുപോലൊരു നാറ്റക്കേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇങ്ങോട്ടേക്ക് വരാതെ പോലും ഇരുന്നത്. ഇതിപ്പോ എല്ലാവർക്കും മൊത്തത്തിലൊരു ക്ഷീണം ഉണ്ടാക്കി അമ്മേ. എല്ലായിടത്തും അറിയുകയും ചെയ്തു. ആകെ മൊത്തത്തിൽ നാണക്കേടായില്ലേ. അതിന്റെ കൂട്ടത്തിൽ ഇനി അവനെ രക്ഷിക്കാനായിട്ട് ഞാൻ അവന് വക്കാലത്തുമായിട്ട് എങ്ങനെ പോകും അമ്മേ? നീതി ന്യായവും നടപ്പിലാക്കേണ്ടവർ തന്നെ അന്യായത്തിന് കൂട്ടു നിൽക്കാൻ പറഞ്ഞാൽ അതൊക്കെ നടപടിയാവുന്ന കേസാണോ അമ്മേ? മുത്തശ്ശിയോട് അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്നൊക്കെ പറയുകയാണ് ഗംഗാധരൻ. എന്തായാലും ഞാൻ വൈജി ഒന്ന് പോയി കാണട്ടെ. വൈജയുടെ കാലിൽ പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്തു എന്നാ മനു പറഞ്ഞത്. വൈജി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകും. അതിനുശേഷം അവളുടെ തീരുമാനം എന്താണെന്നൊക്കെ അറിയണം. അതും കഴിഞ്ഞു വേണം കടപ്പാട്ടൂരേക്ക് പോയി രോഹിയെ ഒന്ന് കാണാൻ.
എന്നിട്ട് എനിക്ക് നാളെ തന്നെ തിരികെ പോവുകയും വേണമെന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. ശരി അമ്മേ, ഞാൻ എന്നാൽ വൈജയെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഗംഗാധരൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് വൈജയെ കാണുമ്പോഴേക്കും വൈജ ഏകദേശം ഇപ്പോൾ ഓക്കെ ആയിട്ടോ. കാലിലെ പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കാലിന് ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴത്തേക്കാണ് ഡിസ്ചാർജ് എന്നിങ്ങനെ ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആകും ഗംഗേട്ടാന്ന് പറയുക കേട്ടോ. ഡിസ്ചാർജായി എങ്ങോട്ടേക്ക് പോകാനാണ് നീ തീരുമാനിച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്നും അങ്ങോട്ടേക്കാണ് ഞാൻ താമസം പോകുന്നതെന്നും പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനാണോ വൈജി തീരുമാനിച്ചേക്കുന്നത്? നിന്റെ വാശി മാത്രം ഇവിടെ ജയിച്ചാൽ മതിയോ? നിന്റെ മക്കളുടെ ഭാവി നിനക്ക് വലുതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് ഞാൻ മാത്രം ചിന്തിച്ചാൽ മതിയോ ഗംഗേട്ടാ? ഇതിന്റെ മറുസൈഡിൽ ബാലചന്ദ്രനും ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? അയാളുടെ കൂടെ മക്കളല്ലേ? സ്വന്തം മക്കളുടെ ഭാവി ഇല്ലാതാകാൻ അയാളും കൂടി അല്ലേ ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അതിന് ബാലചന്ദ്രൻ എന്ത് തോന്നിയാസം അടി കാണിച്ചതെന്ന്. എന്ത് തോന്നിയാസ ബാലചന്ദ്രൻ എന്ത് തോന്നിയാസം കാണിച്ചു എന്നുള്ളത് ഗംഗേട്ടൻ അറിയില്ലേ? അലീന എന്ന് പറയുന്ന പിശാചിനെ അയാൾ ഇപ്പോഴും ആ വീട്ടിൽ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അത് തന്നെ അയാൾ ഞങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമല്ലേ ഗംഗേട്ടാ? അയാളുടെ പിഴച്ച സന്തതിയാണെങ്കിൽ അയാൾ അതിനെ വേറെ എവിടെയെങ്കിലും താമസിക്കണം. അല്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാനും അവൾ ഒന്നിച്ച് ആ വീട്ടിൽ തുടർന്നു പോകണമെന്നാണോ ഗംഗേട്ടൻ പറയുന്നത്? അത് ഒരിക്കലും നടക്കില്ല. ഞാൻ ആ വീട്ടിലേക്ക് പോയില്ല ഗംഗേട്ടാ. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ഞാൻ വേറെ വീട്ടിലേക്ക് താമസം മാറുമെന്ന് തന്നെ പറയുക. അതുപോലെ ഇനി അയാളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ഒരു താല്പര്യവും ഇല്ല. ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിയമപരമായി അയാളുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കും. എനിക്കും എൻ്റെ മക്കൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്നൊക്കെ നമ്മുടെ വൈജി ഇങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജെ, നീ ഈ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നീ കുഴിച്ച കുഴിയിലേക്ക് നീ തന്നെയാണ് വീഴാൻ പോകുന്നത്. നീ എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനം എടുക്കല്ലേ. അത് നിന്റെയും നിന്റെ മക്കളുടെയും ഭാവിയാണ് ബാധിക്കുന്നത്. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും എന്ന് പറയുമ്പോഴേക്കും വൈജ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് വന്നത്? ഗംഗേട്ടൻ രോഹത്തിന് ജാമ്യം കിട്ടിയ വിവരം അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ അറിഞ്ഞായിരുന്നു. രോഹിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാ വന്നതെന്നും പറയുക. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗംഗേട്ട. എന്നിട്ടും അവൻ ഇത്ര ദിവസം ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചു. പോലീസുകാരുടെ ചവിട്ടും ഇടിയും തൊഴിയൊക്കെ കൊണ്ട് എൻ്റെ മോൻ തീരെ അവശതയായി. എന്തായാലും ബബിതയും രോഹിത്തും എൻ്റെ കൂടെ വരും. അവരെയും കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അതിന് ബാലചന്ദ്രൻ സമ്മതിച്ചോന്ന്? അയാളുടെ സമ്മതം ഞാൻ എന്തിനാ നോക്കുന്നേ? എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അങ്ങോട്ടേക്ക് താമസം മാറുന്നത്. അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ അവിടെ ഒരുത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ. അവൾ അവിടെ ഉള്ളപ്പോൾ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറാൻ തീരുമാനിച്ചു ഗംഗേട്ടാ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറത്തില്ല. ഇനിയും നാണം കെട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ എന്തായാലും വീട് വാടകയ്ക്ക് എടുത്തു. അങ്ങോട്ടേക്ക് ഞാൻ താമസം മാറുകയും ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അപ്പം നീ തോറ്റു തുന്നാൻ പാടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ വൈജയ്? ആയിക്കോട്ടെ, നീ നിന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നോ. കുറച്ച് നാൾ കഴിയുമ്പം നീ നിന്റെ തീരുമാനം മാറ്റാൻ നിൽക്കരുത്. അന്നേരം നീ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയിലുണ്ടാവണം എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, ഇല്ല ഗംഗേട്ടാ, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങൾ കരുതണ്ട. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ. എൻ്റെ മക്കളെ വളർത്താൻ എനിക്കറിയാം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിന്റെ പേരും പറഞ്ഞ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. അതോർത്ത് നിങ്ങളാരും വിഷമിക്കാൻ വേണ്ടെന്ന് പറയുക. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, അപ്പൊ നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ വൈജയെ? എന്നാൽ നിന്റെ തീരുമാനം പോലെ തന്നെ ആയിക്കോട്ടെ. ഞങ്ങളിനി ഒന്നും പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞാലും നീ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല. എന്തായാലും ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഇപ്പം ഞങ്ങൾ പറയുന്നൊന്നും അല്ലല്ലോ നിങ്ങൾ അനുസരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ ഗംഗാധരൻ അവിടുന്ന് പോകുന്നുണ്ട്. നേരെ കടപ്പാട്ടൂര് വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ ബാലചന്ദ്രനും അലീനയും ഭവതിയും കൃഷ്ണമോളും ഒക്കെ ഉണ്ട്. ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ബാലചന്ദ്രനാണ് ഡോർ തുറക്കുന്നത്. ആഹാ, ഗംഗേട്ടനോ? എന്താ ഗംഗേട്ട, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചുമ്മാ വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത്തിന് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞു. രോഹി അന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതെന്ന് പറയുകയാണ്. രോഹിയെ കാണാനാണോ ഗംഗേട്ടൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിയെ കാണാൻ വേണ്ടി മാത്രമല്ല, വൈജയ അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ആവുകയാണല്ലോ. പിന്നെ അമ്മയും കണ്ടു, പിന്നെ രോഹിയെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറയുക. വൈജ ഡിസ്ചാർജായി നേരെ ഇങ്ങോട്ടേക്ക് വരില്ലെന്നാണല്ലോ ബാലേന്ദ്ര പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഗംഗേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? വൈജ മാറുന്നെങ്കിൽ മാറിക്കോട്ടെ. വൈജയെ ഞാൻ തടയുന്നില്ല. വൈജ എന്തായാലും കോടതിയിൽ വരുമല്ലോ. കോടതിയിൽ വരുമ്പം വൈജയ്ക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. അതുവരെ അവൾ അവിടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അത് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കോളും എല്ലാ കാര്യങ്ങളൊന്നും പറയുക കേട്ടോ. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, അവൾക്ക് ഈ സത്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അലീന ആരാണെന്നുള്ള സത്യം അവൾക്ക് ഇതുവരെ അറിയില്ലല്ലോ. അങ്ങനെയുള്ളപ്പം നിനക്ക് അവളോടൊന്ന് ക്ഷമിച്ചുകൂടെ ബാലചന്ദ്ര?
അവസാനമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്ന അപേക്ഷയായിട്ട് തന്നെ നീ ഇത് കരുതണമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല ഗംഗേട്ട, ഒരിക്കലുമില്ല, ഇതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും അവള് കോർട്ടിലേക്ക് വരട്ടെ, അവളെ ഞാൻ അവിടെ ഇട്ട് വലിച്ചു കയറിക്കോളാം, അവളുടെ അഹങ്കാരമൊക്കെ ഞാൻ അവിടെ ഇട്ട് തീർത്തു കൊടുത്തോളാം എന്നൊക്കെ തന്നെ പറയുകയാണ്. ഗംഗാധരന് പിന്നെ അവിടെ ഒന്നും തന്നെ സംസാരിക്കാനും തോന്നുന്നില്ല. ഗംഗാധരൻ നേരെ രോഹിയെ കാണാനെന്നും പറഞ്ഞ് മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ടെങ്കിലും രോഹിത്തും വലിയ മൈൻഡ് ഇല്ലാതെയാണ് ഗംഗേട്ടനോട് സംസാരിച്ചത്. ഗംഗേട്ടന്റെ തൊട്ട് പിന്നാലെ തന്നെ ബാലചന്ദ്രന്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രോഹിത് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണെന്നും അവനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതിന്റെ ഫ്രസ്ട്രേഷനിലാണെന്നൊക്കെ പറയുക. അതുകൊണ്ട് അവന് വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേക്കും, ഗംഗേട്ടൻ അതൊന്നും കാര്യമാക്കല്ലേ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ സമയത്ത് രോഹിത് ചുമ്മാ കിടക്കുകയായിരിക്കും. ഡോറിൽ ഇപ്പം ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. ഗംഗാധരനകത്തേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും രോഹിത് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. നീ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും പോലീസുകാർ നിന്നെ കൂടെ ഇതിൽ പ്രതിയാക്കിയില്ലേ, എന്ത് ചെയ്യാനാ? ഇതുപോലുള്ള കേസിലൊക്കെ പെട്ടുപോയാൽ ഇതായിരിക്കും അവസ്ഥ. ഇനിയെങ്കിലും ഇതുപോലുള്ള ചതിക്കുഴികളൊന്നും ചെന്ന് പെടാതെ നോക്കണം. ഈ ഒരു സമയത്ത് നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നുള്ളത് ഈ അങ്കിളിന് അറിയില്ല മോനെ. എന്നാലും ഈ വീട്ടിൽ ആർക്കും മോനോട് ദേഷ്യമില്ല, എല്ലാവർക്കും മോനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മോൻ മനസ്സിലാക്കണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. എന്തു വന്നാലും ഈ വീട്ടിലുള്ള എല്ലാവരും മോൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ മോൻ്റെ അമ്മയെ കൂടിയാണ് കണ്ടിട്ടാണ് അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നത്. മോൻ്റെ അമ്മ ഡിസ്ചാർജായി ഇങ്ങോട്ടേക്ക് വരുന്നില്ല, വേറെ വീട്ടിലേക്ക് താമസം മാറാൻ പോകുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും മോൻ വൈജയുടെ കൂടെ പോകരുത്, ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ഗംഗേട്ട അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ ആരും ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല, അമ്മയുടെ കൂടെ പോകേണ്ടവർക്ക് അമ്മയുടെ കൂടെ പോകാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്തിന് ദേഷ്യം വന്നിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് പോകുന്നത്. ഈ നശിച്ച വീട്ടിലേക്ക് വരാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ രോഹിത്ത്. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റുപോകും മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ ഗംഗാധരൻ. അപ്പോഴേക്കും രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്കിള് അങ്ങനെ പറയുന്നത്? അമ്മ നിങ്ങളുടെ സ്വന്തം പെങ്ങള് തന്നെയല്ലേ? എന്നിട്ടും സ്വന്തം പെങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പം പെങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ പെങ്ങളുടെ ഭർത്താവിനെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ബാലചന്ദ്രൻ പറയുന്നത്, സ്വന്തം പെങ്ങള് എത്രമാത്രം വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ആങ്ങളമാർക്ക് അറിയാം. അതുകൊണ്ടാണ് സ്വന്തം ആങ്ങളമാരൊക്കെ പെങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ പെങ്ങളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുക കേട്ടോ. എന്നാലും ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും രോഹിത്തിന് അത്രയും മനസ്സിലാവുന്നൊന്നും ഇല്ല കേട്ടോ. പിന്നീട് കൃഷ്ണയെ വിളിച്ചിട്ട് കൃഷ്ണയോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് രോഹിത്ത്. ആ സമയത്ത് രോഹിത്തേട്ടൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണെന്നും നമ്മുടെ അമ്മ കല്യാണത്തിന് മുമ്പ് പിഴച്ച് പ്രസവിച്ച ഒരു സ്ത്രീയാണെന്നും അതറിഞ്ഞ പിന്നെയാണ് അമ്മയോട് അച്ഛൻ ഇത്രയും വെറുപ്പ് കാണിക്കുന്നതെന്നും പറയുകയാണ്. എന്നാൽ അമ്മയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ടെന്നുള്ളത് പോലും ഓർക്കാതെയാ അമ്മ അലീന ചേച്ചിയും അച്ഛനെയും വിളിച്ച് ഇത്ര മോശമായിട്ട് പറയുന്നതെന്നും ആ ഒരു ദേഷ്യം കൊണ്ടാണ് അച്ഛൻ അമ്മയോട് പ്രതികാരം ചെയ്യാനായിട്ട് നടക്കുന്നതെന്നും പറയുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ രോഹിത് ആകെ തകർന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വൈജന്തി വിളിക്കുമ്പം രോഹിത് ഫോൺ മേടിക്കാത്തതും വൈജന്തി വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് വൈജന്തിയുടെ കൂടെ പോകാൻ കൂട്ടാക്കാത്തതും. പിന്നീട് എന്തുകൊണ്ടാണ് നീ എൻ്റെ കൂടെ വരാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജന്തി വരുമ്പോഴേക്കും വൈജന്തിയുടെ മുഖത്ത് നോക്കി തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അച്ഛനെ ചതിക്കുകയായിരുന്നു അല്ലേ? ശരിക്കും നിങ്ങളല്ലേ കല്യാണത്തിന് മുമ്പ് പിഴച്ച് പ്രസവിച്ചത്? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ള അച്ഛനെ കുറ്റപ്പെടുത്താൻ? ശരിക്കും നിങ്ങളായിരുന്നു തെറ്റ്. അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് വൈജയുടെ നേരെ ചൂടാവുകയാണ്. അവസാനം സ്വന്തം ഭർത്താവും മക്കളും ഒക്കെ തന്നെ തള്ളി പറയുന്നത് കേട്ടിട്ട് വൈജന്തി ആകെ തളർന്നു പോകുന്നുമുണ്ട്.